എല്ലാവർക്കും വീടൊരു സ്വപ്നം. നമസ്കാരം, സ്വാഗതം സകലമാന കേരളത്തിലേക്ക്. പ്രധാന വാർത്തകൾ. കോഴിക്കോട് തിരുവമ്പാടിയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞു, 2 മരണം, നിരവധി പേർക്ക് പരുക്ക്. സമൃദ്ധി പദ്ധതി 4ാം വർഷത്തിലേക്ക്. കൊച്ചിയുടെ വിശപ്പകറ്റുന്ന പദ്ധതി ഏറ്റെടുത്തു ജനം. രഞ്ജി ട്രോഫിക്കായുള്ള കേരള ക്രിക്കറ്റ് ടീം പരിശീലനം തുടരുന്നു. ആദ്യ മത്സരം 11-ന് തുമ്പയിൽ. മാതൃകയായി തൃത്താല സ്കൂളിലെ വർണ്ണക്കൂടാരം. കുട്ടികളുടെ മാനസികോല്ലാസം ലക്ഷ്യം. കൊച്ചിയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്ക്. അപകടം കുമ്പളം ടോൾ പ്ലാസയ്ക്ക് സമീപം. വിശദമായി നോക്കാം. കോഴിക്കോട് തിരുവമ്പാടി കാളിയാമ്പുഴയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞ് 2 മരണം. പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരമാണ്. 50 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിൽ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ KSRTC CMDയോട് ഗതാഗത വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആസാദ് മുക്കം ചേരുന്നു വിവരങ്ങളുമായി. ആസാദിലേക്ക് എത്താം. വലിയ അപകടമാണ് ഉണ്ടായത്. അതിൽ 2 മരണം സംഭവിച്ചതിലേറെ ദാരുണമായ വാർത്ത പുറത്തു വരുന്നുണ്ട്. ബാക്കി എല്ലാവരും ചികിത്സയിലാണ്. 50ഓളം പേർ ആ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ബസ് ആനിക്കാമ്പലം തിരുവമ്പാടിക്ക് വരുന്ന വഴി കാളിയാമ്പഴ എത്തുന്നതിന് മുമ്പുള്ള കലിങ്കിൽ സൈഡിൽ ഇടിച്ചിട്ട് പുഴയിലോട്ട്. വണ്ടിക്ക് സൈഡ് കൊടുത്താണോ? അല്ല, വണ്ടിക്ക് സൈഡ് കൊടുത്താൽ കണ്ടില്ല. വേറെ വണ്ടി ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നോ? എല്ലാ സീറ്റിലും ആളുണ്ടായിരുന്നു. സീറ്റുണ്ടായിരുന്നു അല്ലേ? ആസാദ് മുക്കം ചേരുന്നു വിവരങ്ങളുമായി. ആസാദ്, അവിടെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ബസ് ഉയർത്തിയപ്പോൾ ബസ്സിനകത്ത് ആരും അകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പുഴയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരെയും കൃത്യമായ ഇടപെടലുകൾ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ 4 പേരുടെ നില ഇപ്പോൾ ഗുരുതരമാണെന്ന് അറിയുന്നു. എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി ആസാദ്? ഏറ്റവും പുതിയ വിവരം എന്താണ് ഈ വാർത്ത സംബന്ധിച്ച്? നിലവിൽ 38 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ 10 പേരെ എത്തിച്ചു. തിരുവമ്പാടി ലിസ ഹോസ്പിറ്റലിൽ 18 പേരെയും മെഡിക്കൽ കോളേജിൽ 2 പേരെയും KMCT ഹോസ്പിറ്റലിൽ 2 പേരെയും ആണ് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരം. അതിൽ ശാന്തി ഹോസ്പിറ്റലിൽ എത്തിച്ച ഒരു സ്ത്രീയും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച ഒരു സ്ത്രീയുമാണ് ഇപ്പോൾ നിലവിൽ മരണപ്പെട്ടിരിക്കുന്നത്. 2 പേരാണ് ഇപ്പോൾ നിലവിൽ മരണപ്പെട്ടത്. ഇപ്പൊ ഞാനുള്ളത് ശാന്തി ഹോസ്പിറ്റലിലാണ്. ഇവിടെ 10 പേരെ എത്തിച്ചതിൽ 2 പേര് റെഫർ ചെയ്യും, 2 പേരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മരണം ഇപ്പോൾ 6 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഈ സ്ഥലത്ത് ഇപ്പോൾ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ, പോലീസ്, ജനപ്രതിനിധികൾ എല്ലാവരും ഇപ്പോൾ ഈ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിലുണ്ട്. അതുപോലെ തന്നെ വടകര റൂറൽ ST ഈ ആശുപത്രിയിലേക്ക് അല്പസമയത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആസാദ്, ഈ അപകട കാരണം എന്തെന്ന കാര്യത്തിൽ നേരത്തെ ഒരു അതിലേക്ക് എത്താം. കോഴിക്കോട് തിരുവമ്പാടി പുല്ലൂരാമ്പാറയ്ക്ക് സമീപം KSRTC ബസ് കാളിയാമ്പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 മരണം സംഭവിച്ചിരിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ് തിരുവമ്പാടി ലിസ ആശുപത്രിയിൽ എത്തിച്ച സ്ത്രീയും മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇവരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നേരത്തെ ഗുരുതരമായി പരിക്കേറ്റ് ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ എത്തിച്ച തിരുവമ്പാടി കണ്ടപ്പഞ്ചാൽ സ്വദേശിനി മരിച്ചിരുന്നു. പരിക്കേറ്റ മറ്റ് 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. KSRTC ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഓമശ്ശേരി ശാന്തി ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. തിരുവമ്പാടി ലിസ ആശുപത്രിയിൽ 12 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ആശുപത്രി അധികൃതർ ആണ് ഇക്കാര്യം അറിയിച്ചത്. പരിക്കേറ്റ മറ്റുള്ളവരെ മുക്കത്തെ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. 4 പേരുടെ നില ഗുരുതരമെന്നുള്ള വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. കൊച്ചിയിൽ കാർ ലോറിക്ക് പിന്നിലിടിച്ച് 3 പേർക്ക് പരിക്ക്. കുമ്പളം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. ഇയാളെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. 3 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി.
UDF നിയമസഭാ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചെന്ന പരാതിയിൽ CPI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം. പ്രസംഗം പരിശോധിക്കുമ്പോൾ ഭരണഘടനയോട് ബഹുമാനക്കുറവ് കാണുന്നതായി ജസ്റ്റിസ് ബെച്ചു കുര്യൻ വാക്കാൽ പരാമർശിച്ചു. അഭിഭാഷകൻ ബൈജു നോയലാണ് ഹർജിക്കാരൻ. 2022 മല്ലപ്പള്ളിയിൽ നടന്ന പൊതുചടങ്ങിൽ പ്രസംഗിക്കവെയാണ് മന്ത്രി പദവി വഹിച്ചിരുന്ന സജി ചെറിയാൻ നടത്തിയ പ്രസംഗം കേസിനാസ്പദമായത്. കൊച്ചിയുടെ വിശപ്പകറ്റുന്ന സമൃദ്ധി 4ാം വർഷത്തിലേക്ക്. 20 രൂപയ്ക്ക് മുതൽ കൊച്ചി കോർപ്പറേഷന്റെ സമൃദ്ധി ഹോട്ടലിൽ ഊണ് ലഭിക്കും. കൊച്ചി നഗരസഭയുടെ സമൃദ്ധിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒരു ചായക്ക് 10 രൂപയാണ്. നഗരത്തിൽ എവിടെയും 15 രൂപയ്ക്ക് ചായ വിൽക്കുമ്പോഴാണ് ഈ ചെറിയ വിലയിൽ ഇവിടെ ചായയും കടിയും ചോറും ഒക്കെ ലഭിക്കുന്നത്. ഊണിന് 20 രൂപയാണ്. 3 വർഷമായി സമൃദ്ധി തുടങ്ങിയിട്ട്. സമൃദ്ധിയുടെ പ്രയാണം ആരംഭിച്ചു. സമൃദ്ധിയിൽ ക്യൂ നിൽക്കുന്നവരിൽ എല്ലാവരുമുണ്ട്. വിദ്യാർത്ഥികളും ജീവനക്കാരും തൊഴിലാളികളും കച്ചവടക്കാരുമൊക്കെ. സ്വാദും സ്നേഹവും പാകം ചെയ്ത് സമൃദ്ധമായി ഊൺമേശകളിൽ വിളമ്പുകയാണ് സമൃദ്ധി. ആളൊഴിഞ്ഞ ഒരു നിമിഷം പോലുമില്ല. 3 വയസ്സ് തികയുമ്പോൾ 6000-ലധികം പേരുടെ വയർ നിറയ്ക്കാനാകുന്നത് കൊച്ചിയുടെ സ്വന്തം ഊട്ടുപുരയ്ക്ക്. ഞാനൊരു 3 കൊല്ലമായി കാണും. ഒരു ദിവസത്തിൽ ഒരു നേരം ഇവിടെ വന്ന് ഏതിലും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും നേരം ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. ഇവിടെ തൊട്ടപ്പുറം ഓട്ടോ ഓടിക്കുന്നതാണ്. വളരെ നല്ല അഭിപ്രായം. എൻ്റെ അഭിപ്രായം വളരെ തുച്ഛമായ വിലയ്ക്ക് ഒരുപാട് സാധാരണക്കാർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. 20 രൂപ മുതലാണ് ഊണ് ലഭിക്കുക. അടിപൊളിയാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയൊക്കെ ആയിട്ട് ഒക്കെയാണ്. ഊണിൽ നിന്ന് തുടങ്ങി വിവിധതരം പൊതിച്ചോറും ബിരിയാണിയും കഞ്ഞിയും പായസവും ഒക്കെ വിളമ്പി തുടങ്ങി. ചായയ്ക്കും സ്നാക്സുകൾക്കുമായി പ്രത്യേക കൗണ്ടർ. 1000-ലധികം പലഹാരങ്ങളാണ് ഒരു ദിവസം ചെലവാക്കുന്നത്. ആദ്യമൊക്കെ കുറച്ച് സ്റ്റാഫ് ഉണ്ടായുള്ളൂ. 12, പിന്നെ കൂടി 40ആയി, 60-80 ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം 5000 പേർക്ക് ഊണൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പല സെക്ഷനായിട്ടുണ്ട്. പിന്നെ ആൾക്കാർ നേരത്തേലും കൂടുതലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരോട് നമ്മൾ പെരുമാറുന്ന രീതിയൊക്കെ നമ്മൾ നല്ല രീതിയിലുള്ള പെരുമാറണമല്ല എല്ലാ കാര്യത്തിലും. എന്നാലും നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ വന്നേക്കെ പുതിയ സ്റ്റാഫൊക്കെ ആണെങ്കിൽ എല്ലാം നല്ല ഇതൊക്കെ ആയിട്ടാണ് അവർ പെരുമാറണൊക്കെ. 2021 14 കുടുംബശ്രീ പ്രവർത്തകരുമായാണ് സമൃദ്ധി ഹോട്ടൽ ആരംഭിക്കുന്നത്. ഇന്നത് 100-ലധികം ജീവനക്കാരായി ഉയർന്നു. ഒരുപാട് പേര് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട്. കാരണം ഈവൻ കുടുംബശ്രീയുടെ പപ്പടമാണെങ്കിലും മസാലകളാണെങ്കിലും ക്ലീനിങ് മെറ്റീരിയൽസ് ആണെങ്കിലും ഒക്കെ അവർ കൊണ്ടുവന്ന് തരാറുണ്ട്. പിന്നെ നിരന്തരം വരുന്ന ആളുകൾ, അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ വരുന്ന ആളുകളുണ്ട്. പിന്നെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാമ്പാറിന് അതുപോരാ, മീൻ വറുത്തതിന് ഇതുപോരാ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളതൊക്കെ കറക്റ്റ് ചെയ്ത് പോവാറുണ്ട്. അനവധി പേർക്ക് ജോലി നൽകുന്നതിലൂടെ അവരുടെ കുടുംബങ്ങളുടെ ഭദ്രതയും സമൃദ്ധി ഉറപ്പുവരുത്തുന്നു. വിശപ്പ് രഹിത കൊച്ചി എന്ന കൊച്ചി നഗരസഭയുടെ
3 വർഷം നീണ്ട സ്വപ്ന സാക്ഷാത്കാരം കേരളത്തിലെ സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കേണ്ട പദ്ധതിയായി മാറുകയാണ്. വിശന്നിരിക്കുന്നവർ ഇല്ലാതിരിക്കുന്ന കാലത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വലിയ ബൃഹത്തായ പദ്ധതിയും കോൺസെപ്റ്റുമാണിത്. അധ്വാനിക്കുന്നവൻ ആദ്യം ലക്ഷ്യം വെക്കുന്നത് വിശപ്പകറ്റുക എന്നാണ്. കയ്യിൽ പണമില്ലാത്തവനാകട്ടെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവരാകട്ടെ, ആര് വന്നാലും ഫ്രീ ആയി പോലും ഭക്ഷണം നൽകുന്ന ഒരിടമാണ് നമുക്ക് സമൃദ്ധി. സമൃദ്ധമായി മുന്നേറുകയാണ് സമൃദ്ധിയുടെ വിജയഗാഥ. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. രഞ്ജി സീസണിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് ടീമിന്റെ പരിശീലനം പുരോഗമിക്കുന്നു. 11-ന് തുമ്പയിൽ പഞ്ചാബിനെതിരായാണ് ആദ്യ മത്സരം. മുൻ ഇന്ത്യൻ താരം അമയ് ഖുറേസിയാണ് സച്ചിൻ ബേബി നയിക്കുന്ന ടീമിന്റെ പരിശീലകൻ. പുതിയ നായകൻ, പുതിയ പരിശീലകൻ, പരിചയസമ്പന്നരും പുതുമുഖങ്ങളും അടങ്ങിയ സന്തുലിത ടീം. ഏറെ പ്രതീക്ഷയോടെയാണ് കേരള ടീം രഞ്ജി സീസണിനായി ഒരുങ്ങുന്നത്. മധ്യപ്രദേശിന്റെ മുൻ പരിശീലകൻ കൂടിയായിരുന്ന അമയ് ഖുറേസിയുടെ തന്ത്രങ്ങളും കരുത്താകും. 8 വർഷമായി കേരളത്തിൽ കളിക്കുന്ന മധ്യപ്രദേശ് ഓൾറൗണ്ടർ ജലജ് സക്സേനയ്ക്ക് പുറമെ 2 അതിഥി താരങ്ങൾ കൂടി ഈ വർഷമുണ്ട്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ തമിഴ്നാടിനായി 90 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള പരിചയസമ്പന്നനായ ഓൾറൗണ്ടർ ബാബ അപരാജിതിന്റെ സാന്നിധ്യം ടീമിന്റെ കരുത്തു കൂട്ടും. വിദർഭയുടെ മുൻ താരം ആദിത്യ സർവത്തെയാണ് മറ്റൊരു അതിഥി താരം. ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടതിനാൽ പഞ്ചാബിനെതിരെ സഞ്ജു സാംസൺ കളിക്കില്ല. വിഷ്ണു വിനോദ്, റോഹൻ എസ് കുന്നുമൽ, മുഹമ്മദ് അസറുദ്ദീൻ, സൽമാൻ നിസാർ, വത്സൽ ഗോവിന്ദ്. ബാറ്റിംഗ് നിരയ്ക്ക് കരുത്തുകൂട്ടാൻ ഇവരൊക്കെ ധാരാളം. ബേസിൽ തമ്പിയും KM ആസിഫും ഉൾപ്പെടെ മികച്ച ബൗളർമാരുടെ നിരയും തയ്യാറാണ്. അടുത്തിടെ അവസാനിച്ച കേരള ക്രിക്കറ്റ് ലീഗ് താരങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. KCL ശരിക്കും എല്ലാ പ്ലേയേഴ്സിന്റെയും പോലെ നല്ലൊരു എക്സ്പോഷർ തന്ന ഒരു ടൂർണമെന്റ് ആണ്. കാരണം ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും ആ ഒരു ടൂർണമെന്റ് ഫോളോ ചെയ്തു. ഭയങ്കര പോസിറ്റീവ് ഫീഡ്ബാക്ക് അതിനെ പറ്റി മെയിനായിട്ട് പ്ലേയേഴ്സിന് നല്ലൊരു എക്സ്പോഷർ കിട്ടി ആ ഒരു ടൂർണമെന്റ് വഴി. ഇതൊരു ഡിഫറെന്റ് ഫോമാറ്റാണ് രഞ്ജി ട്രോഫി. അപ്പം നമ്മളുടെ അഡാപ്റ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാവരും അങ്ങനത്തെ മാച്ച് കളിക്കുന്ന പ്ലേയേഴ്സുമാണ്. ഇപ്പം നമ്മൾ കുറെ പ്ലേയേഴ്സ് ചെന്നൈ ലീഗ് കളിക്കുന്ന, റെഡ് ബോൾ കുറെ വർഷങ്ങൾ കളിക്കുന്ന പ്ലേയേഴ്സാണ്. സോ അവർക്ക് കുറച്ച് ഈസി ആയിരിക്കും അഡാപ്റ്റ് ചെയ്യാൻ. കഴിഞ്ഞ സീസണിൽ ഏറെ പ്രതീക്ഷ ഉയർത്തിയെങ്കിലും നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ ആ കുറവ് പരിഹരിക്കുകയാണ് ആദ്യ വെല്ലുവിളി. കർണാടക, ബംഗാൾ, ഉത്തർപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ് തുടങ്ങിയ ശക്തരായ എതിരാളികളാണ് എലൈറ്റ് ഗ്രൂപ്പ് സിയിൽ കേരളത്തെ കാത്തിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കായംകുളം വനിതാ പോളിടെക്നിക്കിന്റെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട മകളും മാതാപിതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുന്നു. കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിൽ ചെയർപേഴ്സണായി വിജയിച്ച ഹാഷിറയെ അഭിവാദ്യം ചെയ്യാൻ ഓട്ടോ തൊഴിലാളിയായ പിതാവ് ഹാരിസും മാതാവ് റഷീദയും ഓടിയെത്തുകയും ആശ്ലേഷിക്കുകയുമാണ് വീഡിയോയിൽ കാണാവുന്നത്. കായംകുളം പോളിടെക്നിക്കിൽ ചെയർപേഴ്സൺ സീറ്റ് KSUവിൽ നിന്ന് തിരിച്ചുപിടിക്കുകയായിരുന്നു ഹാഷിറ. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 80% നേടി വിജയം. ഹാഷിറയെ അഭിവാദ്യം ചെയ്യുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയായ പിതാവ് ഹാരിസിന്റെയും ദൃശ്യമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗം. അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയ ഹാഷിറ കണ്ണീരണിയുന്നതും കാണാം. മന്ത്രി PA മുഹമ്മദ് റിയാസ് അടക്കം ഒട്ടേറെ പേർ ഹാഷിറയ്ക്ക് അഭിനന്ദനവുമായി എത്തി. വിളിച്ചു പറയണം എന്ന് നമുക്ക് ആ സമയത്ത് നമ്മൾ എന്തായാലും വിളിച്ചു പറയുമല്ലോ. അങ്ങനെ 3:30 ആയപ്പം, സാധാരണ 4 മണിക്ക് വരുന്നത്, അന്ന് 3:30 ആയപ്പോൾ നേരത്തെ വന്നിരുന്നു റിസൾട്ട്. അപ്പം അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് പാപ്പി വന്നു. കാണണമെന്ന് തോന്നുമല്ലോ, അപ്പോൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വിഷമമാണല്ലോ. അങ്ങനെ ഒരു ഇതായിരുന്നു. വിളിച്ച് പറഞ്ഞ് എനിക്കറിയാം, വാപ്പി എന്നെ 2 മണിയായപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ടെൻഷനായിട്ട് ഓട്ടം പോലും പോകാതിരിക്കുക, റിസൾട്ട് പറഞ്ഞ ഉടനെ വിളിക്കണമെന്ന്. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞതായിരുന്നു. അപ്പോൾ തന്നെ വന്നു, 2 പേരും അടുത്തായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വന്നു. തനിക്ക് നേടാൻ കഴിയാതിരുന്നത് തന്റെ മകളിലൂടെ നേടാനാണ് ആഗ്രഹമെന്നും ആ നേട്ടത്തിൽ സ്വാഭാവികമായും ഉണ്ടായ ആഹ്ലാദം പങ്കിടുകയായിരുന്നുവെന്നും ഹാരിസും പറയുന്നു. മോള് ഇലക്ഷൻ ഇരിക്കുന്നത് വൈഫ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എന്തിനിരിക്കുന്നത്, ഇന്ന് SFIക്ക് ഇരിക്കുന്നത്, അപ്പോൾ നിന്നോളം പറഞ്ഞു. അപ്പം പിന്നെ അന്ന് മുതലേ നമുക്ക് ടെൻഷൻ തുടങ്ങി. പിന്നെ റിസൾട്ടിനായി വോട്ടിൻ്റെ അന്ന് നമ്മളെ വിളിച്ചേച്ച് പറഞ്ഞു ഇതുപോലെ ഞാൻ ഇതിന് പോവുക, ഇലക്ഷന് പോവുക, എല്ലാം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി. എന്നെ ഉച്ച മുതൽ നമുക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഇതെന്തോ വിവരം അറിയും, ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത്രയും ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ളൊരു ഇതില്ലായിരുന്നു. അപ്പോൾ നമ്മളെ വിളിച്ചേച്ച് പറഞ്ഞ് ഇതുപോലെ പക്ഷേ ഞാൻ ജയിച്ചെന്ന് പറഞ്ഞ്. പിന്നെ അത് കേട്ടപ്പോൾ നമുക്ക് അവിടെ വീട്ടിൽ ഇരിക്കാൻ തോന്നിയില്ല. ഓടി അന്നേരം ഇനി പോയിരുന്നു. വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ സന്തോഷം കൊണ്ട് എന്തോ ചെയ്യണം പറയണമെന്ന് അറിയത്തില്ല, കരഞ്ഞു പോയി. ഞാനും അത് വൈഫ് അതെ അവളും അതെ. ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എത്രയും ശതമാനം കൂടുതൽ ഇത്രയും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു.
ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. കായംകുളം വനിതാ പോളിടെക്നിക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അവസാന വർഷ വിദ്യാർത്ഥിയാണ് ഹാഷിറ. KSU പാനലിനെ ഒന്നടങ്കം പരാജയപ്പെടുത്തിയാണ് ഹാഷിറയും കൂട്ടരും പോളിടെക്നിക് യൂണിയൻ പിടിച്ചെടുത്തത്. ന്യൂസ് 18 കായംകുളം. വലയിൽ വീഴരുത്. സൈബർ തട്ടിപ്പിനെതിരായ ന്യൂസ് 18 പരമ്പര തുടരുന്നു. വെർച്വൽ വിചാരണ വഴിയാണിപ്പോൾ തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നത്. വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഇതിൽ ഇരകളാകുന്നു. വിൽപ്പന നികുതി വിഭാഗം മുൻ ഉദ്യോഗസ്ഥൻ കൊച്ചി സ്വദേശി അബ്ദുൾ റഹീം തട്ടിപ്പിനിരയായ ഒരാളാണ്. ടെലിഫോണിലൂടെ മണിക്കൂറുകളാണ് ഇയാളെ പിടിച്ചിരുത്തിയത്. ഓൺലൈൻ രംഗത്തെ കുരുക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറമാണ്. ഈ സൈബർ ലോകം അത്ര കണ്ട ഈ തട്ടിപ്പിന്റെ മേഖലയിലേക്ക് കടന്നിരിക്കുന്നു. പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ അതിന്റെ ഒരു തീക്ഷ്ണത, അതിന്റെ ഒരു പ്രവർത്തന രീതിയും ആളുകളെ സമീപിക്കുന്ന രീതിയിലും എല്ലാം തന്നെ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. ഓൺലൈനിലൂടെ ഇപ്പോൾ വിചാരണ നടത്തി പിഴ ഈടാക്കുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇതിൽ സാധാരണക്കാർ മാത്രമല്ല, ഇതിനെക്കുറിച്ചെല്ലാം വിശാലമായ രീതിയിൽ അറിവുള്ളവർ വരെ ഇതിന്റെ ഇരകളാക്കപ്പെടുന്നു എന്നതാണ്. അത്ര കണ്ട ഈ തട്ടിപ്പിന്റെ മേഖല വലുതായിരിക്കുന്നു എന്നതാണ് വാസ്തവം. നമ്മൾ കൊച്ചിയിൽ ഈ അടുത്തിടെ ഒരു സൈബർ തട്ടിപ്പിന് ഇരയായത് ടാക്സ് വിഭാഗം മുൻ ജീവനക്കാരനായിരുന്ന ഓഫീസറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. VK അബ്ദുൾ റഹീം. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് തട്ടിപ്പിന് ഇരയാകുന്നത്. പിഴയടക്കേണ്ടി വന്നു. അത് വിചാരണ നടത്തി പിഴയടക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം. എന്തായാലും ആ ഒരു രീതി ഇപ്പോൾ ഒരു രസികത്വത്തോടുകൂടി അത് പറയുന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ മനോവിഷമം തുടക്കത്തിലുണ്ടാക്കി വലിയ രീതിയിലുള്ള ഒരു ടെൻഷനിലേക്ക് അടക്കം കയറുകയും ചെയ്തു. ഏതായാലും ഇതൊരു അവബോധത്തിന് വേണ്ടി അദ്ദേഹം ആ വിവരങ്ങൾ നമുക്കൊപ്പം പങ്കുവയ്ക്കുകയാണ്. സാറേ, എങ്ങനെയായിരുന്നു ഇത്? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഈ 45 പോയതിന്റെ അല്ല, ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഏതെല്ലാം രീതിയിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് വരുന്ന കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേഡിയുടെ കോളാണ്. താങ്കളുടെ പാർസലുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന് സംശയമുണ്ട്, അതുകൊണ്ട് കോള് ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്യുന്നു, ഡൽഹി കസ്റ്റംസ്. എനിക്കൊരു ഇത്തിരി സാധനങ്ങൾ വരാനുണ്ടായിരുന്നു, കുറച്ച് ഡ്രസ്സുകൾ. അപ്പം മകൻ അയച്ചതാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഡൽഹി കസ്റ്റംസ് ഓഫീസർക്ക് കൊടുത്തു. അപ്പോൾ കസ്റ്റംസ് ഓഫീസർ പറഞ്ഞ് നിങ്ങളുടെ ഡൽഹിയിൽ നിന്ന് കോലാലംപൂർ പോകുന്ന നിങ്ങളുടെ പാർസലിനകത്ത് ഇങ്ങനെ ഇല്ലീഗൽ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കോലാലംപൂർ സാധനമൊന്നും പോകേണ്ട കാര്യമില്ല, ഞാൻ കൊച്ചിയിലേക്കാണ് സാധനം അയച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ എന്നെ തിരുത്തി, ഹിന്ദിയിലാണ് അയാൾ തിരുത്തിയിട്ട് പറഞ്ഞ് അങ്ങനെയല്ല, നിങ്ങളുടെ ID മിസ്യൂസ് ചെയ്തിട്ട് ആരോ ഡൽഹിയിൽ നിന്ന് കോലാലംപൂർക്ക് സാധനം അയച്ചിട്ടുണ്ട്, അതിനകത്ത് ഇന്ന ഐറ്റംസ്, പാസ്പോർട്ടുകൾ, 16 പാസ്പോർട്ട്, ATM കാർഡ്, മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് സീരിയസ് ആയിട്ടൊരു ഒഫൻസാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു പണി ഇപ്പം ഇത് കൈകാര്യം ചെയ്യുന്ന ഡൽഹി പോലീസാണ്. എനിക്ക് ആദ്യം കൊടുത്തത് കസ്റ്റംസിലേക്കാണ്, പിന്നെ പറഞ്ഞ ഡൽഹി പോലീസിലേക്ക് ഞാൻ കോൾ ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ ചെയ്യില്ലാൻ പറഞ്ഞാൽ ഇന്നിപ്പം എനിക്ക് പോകാൻ സാധ്യമല്ലല്ലോ, കോൾ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഡൽഹി പോലീസ് ചോദിച്ച് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറും പേരും മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. അയാൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ID നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ID എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ ID എവിടെയെങ്കിലും കൊടുത്ത സ്ഥലത്ത് മിസ്സായിട്ടുണ്ടാവും, ആൾക്കാരെടുത്തിട്ടുണ്ട്, കയ്യിലുണ്ടോ? നമ്മൾ എൻ്റെ കയ്യിലുണ്ട്, ഒരു പണി എൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അയാൾക്ക് എന്ത് ചെയ്തു, എൻ്റെ ഈ ID കാർഡിൻ്റെ ആധാർ കാർഡിൻ്റെ ഇത് ഞാനങ്ങ് അയച്ചു കൊടുത്തു. പിന്നെ വരുന്ന റെഫറൻസ് മുഴുവൻ ഞാൻ കൊടുത്ത IDയിൽ എൻ്റെ നമ്പർ വെച്ചിട്ട് ആ നമ്പർ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കുക, ഇത് നിങ്ങളുടെ ID നമ്പർ അല്ലേ, ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ? അപ്പം ഇന്നവരെ സംഗതികൾ പോയിട്ടുണ്ട്, അത് സീരിയസ് ഇതാണ്. ഒരു പണി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ഒരു മലയാളി ഓഫീസറെ കോണ്ടാക്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മലയാളി ഓഫീസർ വരുന്നുണ്ട്. ഈ സംഘം തന്നെ ഒരു മലയാളി ഓഫീസറെയും കൂടി അസിസ്റ്റ് ചെയ്യും. അത് ഞാനിപ്പം മനസ്സിലാക്കുന്നത് എല്ലാ ഭാഷ അറിയുന്ന ആൾക്കാർ ഇവർ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഏതായാലും ഒരു മലയാളി ഓഫീസർ വന്ന ആൾ വളരെ നല്ലൊരു മനുഷ്യനാണ്, ഓഫീസറിന് പറഞ്ഞ ആൾ. കാരണം വളരെയധികം വേദനിച്ചിരിക്കുന്ന, പാനിക്കായിരിക്കുന്ന ഒരാളോട് എങ്ങനെ സ്വാതന്ത്ര്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് അയാളുടെ സമീപനം. കൗൺസിലിംഗ്, നല്ല കൗൺസിലിംഗ് തന്ന് എനിക്കൊരു സ്റ്റഡി ക്ലാസ് എടുത്തു തന്ന അബ്ദുൾ, നിങ്ങൾ ഈ സൈബർ ഇതിനെക്കുറിച്ചൊക്കെ പത്രങ്ങളിൽ വായിക്കുന്നതല്ലേ, ഉയർന്ന ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഓഫീസർമാർ, ഇവരൊരു ഗാങ്സ്റ്റർ തന്നെയുണ്ട്, ഇവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹൈ സാലറി ഓഫർ ചെയ്തിട്ട് ചെറുപ്പക്കാരെ ഹയർ ചെയ്യും, എന്നിട്ട് ഇവരെ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു ID നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കാൻ കൊടുത്താൽ ആ മെഷീനകത്ത് നിങ്ങളിത് സേവ് ചെയ്യും. ആ സേവ് ചെയ്ത സാധനം കളക്ട് ചെയ്യാനായിട്ടുള്ള ഏജന്റുമാരുണ്ട്.
അവർ ഈ സാധനം ആ സ്ഥലങ്ങളിൽ പോയി കളക്ട് ചെയ്തിട്ട് ഇതുപോലുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇയാൾ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ഇയാൾ ചെയ്യുന്ന കാര്യം എന്നുള്ള കാര്യം എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരി ഭയപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് വരുന്ന സാധനത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സാധനം അയച്ചിട്ടുണ്ട്, നമ്മളിത്തിരി കാണുന്നുണ്ടല്ലോ, സിനിമയിലും കാണുന്നുണ്ട്, അല്ലാതെയുണ്ട്. അപ്പം അതിലൊരു പണി ചെയ്യും, നിങ്ങളൊരു റിട്ടയർഡ് ഓഫീസറാണ്, അന്വേഷണമായിട്ട് വളരെയധികം സഹകരിക്കുന്നുണ്ട്, ഞാൻ ഒരു പണി ചെയ്യാം, നിങ്ങളുടെ ID ഞാൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ കൊടുത്തിട്ട് അവർ പറയട്ടെ എന്താന്നുള്ളത്. അത് വേറെ കേസുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർസൽ റിജക്റ്റ് ചെയ്താൽ നിങ്ങൾ സേഫ് ആവും എന്ന് പറഞ്ഞു. ഞാൻ സാറേ ചെയ്തോ. അപ്പൊ തന്നെ വയർലെസ് സന്ദേശം കൊടുക്കുകയാണ് അയാൾ. അങ്ങനെ എന്റെ ID നമ്പറും കാര്യങ്ങളും വെച്ചിട്ട് വയർലെസ് നമുക്ക് കേൾക്കാൻ കഴിയും. എല്ലാം എന്നെ അപ്പ ചോദിക്കും, നിങ്ങൾ എന്റെ വീഡിയോ കോളിലാണ്. വീഡിയോ കോളിൽ വെച്ചാൽ അവിടെയുള്ള ആളെ എനിക്ക് കാണാൻ പറ്റില്ല, എന്നെ അവർക്ക് കാണാൻ പറ്റും. അവരുടെ ഭാഗത്തൊരു ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ഒരു തൊപ്പി വെച്ച ഒരു വണ്ണുള്ള ഒരാള് ഒരു ഫോട്ടോ വെച്ച് ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അത് ആര് മാറി വന്നാലും വരുന്ന ഫോട്ടോ അത് തന്നെയാണ്. മലയാളി വന്നപ്പോഴും ഫോട്ടോ അത് തന്നെയായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ചോദിക്കണ്ട അത് ഉണ്ടല്ലോ അല്ലേ, ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പല സന്ദേശം കൊടുത്ത് എൻ്റെ പേരും ID നമ്പറും കൊടുത്തു. പിന്നെ ഇയാൾ എൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചു കോൾ വരുന്നുണ്ട്, ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്യും. മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ട്. HDFC ബാങ്കിൽ 353 കോടി രൂപയുടെ മണി ലോണ്ടറിങ് നടത്തിയിട്ടുള്ള ആളാണ്. പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യണം. അപ്പോഴേക്കും മലയാളി ഓഫീസർ വളരെ സഹതാപത്തോടെ വെച്ച്, അബ്ദുൾ ഇത് എന്തൊക്കെയാണ് കേൾക്കുന്നത്, ഇതൊക്കെ സത്യമാണ്? ഞാൻ ഇല്ല, ഇതൊന്നും സത്യമില്ല സാറേ, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അബ്ദുൾ ഒരു സത്യം പറയണം. അബ്ദുൾ ഒരു സഞ്ജയ് സിംഗിനെ അറിയോ? ഞാൻ പറഞ്ഞ സഞ്ജയ് സിംഗിനെ എനിക്കറിയില്ല, അങ്ങനത്തെ ഒരാൾ കണ്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരാളുണ്ട്. അയാൾ HDFC ബാങ്കിലെ മാനേജറാണ്. അയാൾക്ക് 53 വയസ്സുണ്ട്. അയാൾ നിങ്ങളും കൂടെ ചേർന്നിട്ടാണ് HDFC ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയതും അയാളുടെ ഓഫീസ് റെഡി ചെയ്തപ്പോൾ 19 ATM കാർഡ് കിട്ടിയതിൽ ഒരെണ്ണം നിങ്ങളുടേതായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതായി. അല്ലാണ്ട് അപ്പൊ എനിക്ക് ആവുമല്ലോ, ഞാൻ എന്നെ ഇങ്ങനെ ഇരുത്തിയിരിക്കല്ലേ. കാരണം ഇതിന് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് ആദ്യം തന്നിട്ടുണ്ട്. ഒരാളോട് പറയാൻ പാടില്ല, തേർഡ് പാർട്ടിയുടെ ശബ്ദം കേൾക്കാൻ പാടില്ല, ഞാൻ മുകളിൽ എന്റെ റൂമിൽ പോയി ഇരിക്കണം, ഇങ്ങനെയൊക്കെ ആദ്യം എനിക്ക് തന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിൽ തന്നെ ഇരിക്കണം, വീട്ടുകാരോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞ സമയം വരെ. അബ്ദുള്ളൊരു പണി ചെയ്യുക, അബ്ദുള്ള ഇപ്പൊ അറസ്റ്റ് വാറന്റ് വരുന്നുണ്ട് വിർച്വലായിട്ട്. ശരിക്കും നിങ്ങളിപ്പം വിർച്വൽ കസ്റ്റഡിയിലാണ്. എൻ്റെ അടുത്ത് പറയണേ, നിങ്ങളതുകൊണ്ട് ഇതൊന്നും ആകണ്ട, ആഫ്റ്റർ നമ്മളൊക്കെ ഒരു മലയാളിയല്ലേ, ഞാൻ മാക്സിമം ചെയ്യാവുന്ന ചെയ്തു തരാം. നിങ്ങളുടെ അസറ്റ് സീസർ ഓർഡറും ഉണ്ട്, നിങ്ങൾക്ക് സ്വത്തും ഇതൊക്കെ എവിടെയുണ്ട്, വേണ്ട എനിക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബാങ്കിലെ ഡീറ്റെയിൽസ് തന്നാൽ മതി. ഞാൻ പറഞ്ഞു ബാങ്ക്, എനിക്കൊരു ബാങ്കിൽ HDFC ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, കാനറ ബാങ്കിൽ. അതിൽ എത്ര രൂപയുണ്ട്? അപ്പം ഒരു 45 രൂപ ഉണ്ടാവും. കറക്റ്റ് നോക്കി പറയാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഗൂഗിൾ പേയിൽ നോക്കുമ്പോൾ 44,000 രൂപയുണ്ട്. അതിലൊരു മിനിമം ബാലൻസ് അതിൽ വെച്ചിട്ട് 40,000 രൂപ ഫണ്ട് ലീഗലൈസേഷൻ അക്കൗണ്ടിൽ റിസർവ് ബാങ്കിലേക്ക് അടക്കണം. അതിന് റിസർവ് ബാങ്ക് നിങ്ങൾക്ക് ഓർഡർ തന്നിട്ട് അടച്ചാൽ മതി. അപ്പോൾ തന്നെ എനിക്ക് റിസർവ് ബാങ്കിന്റെ ഓർഡർ വന്ന് അതിനകത്ത് എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഫണ്ട് ലീഗലൈസേഷൻ 40,000 രൂപ UPI ID വേണം പേ ചെയ്യാനായിട്ട്, ഒരു മൊബൈൽ നമ്പറും @Amazon Pay എന്നാണ്. അപ്പോൾ എനിക്ക് പിന്നെയും തോന്നിയത്, ഞാൻ പറഞ്ഞ സാർ ഇത് Amazon Pay പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം പറഞ്ഞ അബ്ദുൾ, ഇപ്പോൾ ഗവൺമെന്റ് റിസർവ് ബാങ്ക് ചെയ്യുന്ന അങ്ങനെയാണ്, ഓരോ കേസിലും സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്. അപ്പോൾ അത് കാരണം നിങ്ങളുടെ പൈസ അവരെടുക്കുന്നില്ല, തിരിച്ചിങ്ങ് തരും. ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടും. അതുകൊണ്ട് 40,000 അടക്കാൻ പറഞ്ഞു. ഞാൻ ആ നമ്പറിലൊക്കെ കൃത്യമായിട്ട് പൈസ അടച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. പറഞ്ഞാൽ അബ്ദുൾ ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഫണ്ട്, 1 മണിക്കൂർ മതി എങ്കിലും ചിലപ്പോൾ 3 മണിക്കൂർ വരെ ഞാൻ നീട്ടി പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ കിട്ടിയില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ സാർ ഇത് മറ്റേ ആളുടെ നമ്പറാണല്ലോ, ആദ്യം വന്ന ആളുടെ നമ്പറല്ലേ? ഇല്ല, ഇപ്പം ഞാനാണല്ലോ ഇത് നോക്കുന്നത്, അപ്പം എന്നെ തന്നെ കിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്നുമില്ല. ഞാൻ പിന്നെ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ ഇല്ല. പിന്നെ ആദ്യം വന്ന വിർച്വൽ ഓർഡേഴ്സൊക്കെ അതിനകത്ത് നിന്ന് ഡിസപ്പിയർ ആകാൻ തുടങ്ങി. അപ്പം ഞാൻ ആൾക്കാരോട് പറയാൻ തുടങ്ങി. പറഞ്ഞപ്പോൾ ഇത് ചീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാനും പ്രാർത്ഥിച്ചു ചീറ്റിംഗ് ആവണേ എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഇത് ചീറ്റിംഗ് അല്ലായിരുന്നു, ചീറ്റിംഗ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം എനിക്കും വൈഫിനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. 40,000 പോയിന്റ് അല്ല, ചീറ്റിംഗ് അല്ലേ. ഞാൻ അതിന്റെ പുറകിൽ വേറെ പുലിവാലൊന്നുമില്ല. ഈ എന്തെങ്കിലും ആളും പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സഹിക്കണ്ടേ സംഗതികള്. പോലീസിലൊക്കെ പരാതിപ്പെട്ടിട്ട് എന്താ അനുഭവം? അവര് പറയുന്ന നമ്പറിൽ ആദ്യം ഞാൻ വിളിച്ചു നോക്കിയിട്ട് ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു നമ്പറിൽ വിളിച്ചിട്ട് എന്താന്ന് പോലും കേൾക്കുന്നതിന് മുമ്പ് കോള് കട്ടായി പോയി, കിട്ടിയില്ല. പിന്നെ പറഞ്ഞ കാനറ ബാങ്കിൽ പറയാനായിട്ട് വന്ന് കാനറ ബാങ്കിലെ നമ്പറിൽ വിളിച്ചു. 5:30 മണിയായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ബാങ്ക് സെർവറൊക്കെ ഇതാണ്, അതുകൊണ്ടിട്ട് പറ്റില്ല, നിങ്ങളൊരു പണി ചെയ്യും, അവരുടെ മറ്റേ ഇതിലുണ്ടല്ലോ അതിനകത്ത് വിളിച്ചോളാൻ പറഞ്ഞു. അതിന് വിളിച്ചിട്ട് അവരുടെ പരസ്യം മുഴുവനും ഞാൻ കേട്ടതല്ലാണ്ട് എനിക്ക് വേറൊരു ഗുണം ഉണ്ടായില്ല. മൊത്തം കാനറ ബാങ്കിന്റെ പരസ്യവും ഞാൻ കേട്ടു, എല്ലാം കേട്ടിരുന്നു.
ഒന്നും ഉണ്ടായില്ല. ഞാൻ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാനൊന്നും നമ്മുടെ ഇപ്പോഴുള്ള സംവിധാനത്തിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ഈ വാട്സപ്പിൽ വരുന്ന വീഡിയോ കോളോ അത് വെച്ചിട്ട് ആളെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് തോമ്പടി പോലീസിൽ പോയപ്പോൾ ആ പോലീസുകാർ തന്നെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കേസ് വന്നിട്ട് ആ പോലീസ് ഓഫീസർ അവരായിട്ട് സംസാരിച്ചപ്പം അയാൾ പറഞ്ഞെന്താ പറയുക, നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോന്നാ പറഞ്ഞു. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്ന് പറഞ്ഞെന്ന് ഒരു മാർഗവുമില്ല. നമ്മൾ അവയർനെസ്, നമ്മൾ ബോധവൽക്കരണം നടത്തി ഇമാതിരി കോള് വന്നാൽ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഈ പാർസലിന്റെ പുറത്ത് വന്നുകൊണ്ട് ഞാൻ എടുത്തു പോയി, ഇല്ലെങ്കിൽ ഞാനും എടുക്കൂലായിരുന്നു. വിട്ടുപോയതാണ് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും അദ്ദേഹം പറഞ്ഞ വിവരങ്ങൾ അത് വളരെ കൃത്യമാണ്. ഈ തട്ടിപ്പ് വളരെ ആസൂത്രിതമായി നടക്കുന്നു എന്നതാണ്. അതിനൊപ്പവും ആ സംഘത്തിലും മലയാളിയുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് മലയാളി മാത്രമല്ല, എല്ലാ ഭാഷയിലുള്ളവർക്കും അത് ആ സംഘത്തിലുള്ളവരുണ്ട്, അല്ലെങ്കിൽ ആ ഭാഷ അറിയാവുന്നവരുണ്ടാകാം. അതുകൊണ്ട് കരുതിയിരിക്കുക എന്നത് മാത്രമാണ്. നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും തന്നെ ഇതുപോലൊരു കോളുകൾ വരാം, വിചാരണകളടക്കമുള്ള രീതികളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷേ കരുതിയിരിക്കുക. ഇത്തരക്കാർക്കെതിരെ കരുതിയിരുന്നു മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് അത്തരം വിവരങ്ങൾ അധികാരികളിലേക്ക് എത്തുക എന്നതാണ് ഇതിലുള്ളത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കളിച്ചും പഠിച്ചും ഉല്ലസിക്കാൻ സ്കൂളിലൊരു വർണ്ണക്കൂടാരം ശ്രദ്ധേയമാകുന്നു. പാലക്കാട് തൃത്താല പിലാക്കാട്ടിരി ഗവൺമെന്റ് LP സ്കൂളിലാണ് വർണ്ണക്കൂടാരം ഒരുക്കിയത്. പാർക്കും ക്ലാസ് റൂമുകളുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകമാകുന്നത്. കല്ലിൽ കൊത്തിയ ഗുഹ, മുകളിൽ പീലികളുള്ള മയിലുകൾ, ഉള്ളിലെത്തിയാൽ വിശാലമായ കളിസ്ഥലം, വെള്ളച്ചാട്ടം ആസ്വദിക്കുന്ന മാൻപേടകൾ, ഒപ്പം ഇരിപ്പിടങ്ങളായി ആപ്പിളും ഓറഞ്ചും. പഠനം ലക്ഷ്യമിട്ടെത്തുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൂറ്റനാട് പിലാക്കാട്ടിരി ഗവൺമെന്റ് LP സ്കൂൾ സമ്മാനിക്കുന്ന കാഴ്ചകളാണിത്. കോൺക്രീറ്റിൽ തീർത്ത ഏറുമാടവും നടപ്പാതയും, ക്ലാസ് റൂമുകളിൽ ഒരുക്കിയ വർണ്ണങ്ങളാൽ സമൃദ്ധമായ ചുമർ ചിത്രങ്ങളും കളിയുപകരണങ്ങളും പഠന സാമഗ്രികളും ഏറെ ആകർഷണീയമാണ്. പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒരുക്കിയത്. 49,67,45,000 രൂപ. 27 സ്കൂളിലാണ് പുതിയ കെട്ടിടം. ചിലത് ഉദ്ഘാടനം ചെയ്തു, ചിലത് പണി നടക്കുന്നു. ഒരു കാര്യം ഉറപ്പ്, എല്ലാം അടുത്ത കൊല്ലാകുമ്പോഴേക്കും ഉദ്ഘാടനം ചെയ്തു. 27 സ്കൂളിലും പുതിയ കെട്ടിടമാണ്. ഏത് പ്രായക്കാർക്കും ഒരുപോലെ കൗതുകമാകുന്ന തരത്തിലാണ് നിർമ്മാണങ്ങൾ. സർവശിക്ഷ കേരളയുടെ 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. ക്ലാസ് റൂമിലെ പഠനത്തോടൊപ്പം പാർക്കിലെ അന്തരീക്ഷത്തിലും തണൽ മരങ്ങൾക്കിടയിലും പ്രകൃതിയോടിണങ്ങിയുമൊക്കെ പഠന പ്രവർത്തനം നടത്താനും സ്കൂൾ അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.